നമ്മളെപ്പോഴും പറയുന്ന വാക്യം യോബ് 42:2 രണ്ടാമത്തത് ഉൽപ്പത്തി 31:29. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത മൂന്നാമത്തത് 2 രാജാക്കന്മാർ 6-ാം അധ്യായം. സ്തോത്രം. ആദ്യ 42:2 കണ്ടോ? യോബിന്റെ പുസ്തകം 42:2. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്ന ഒരുവനാർ. കണ്ടോ? ആലോചനയെ മറിച്ച് കളയുന്ന ദൈവം. അതുകൊണ്ടാ നിങ്ങൾക്കെതിരെ പിശാച് കൊണ്ടുവന്ന ആലോചന ദൈവം മറിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ബഹറിൽ കാണുകയില്ല. ബഹറിൽ നിങ്ങളെ കാണത്തില്ല. സ്തോത്രം. നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ജീവിതത്തിലും പിശാച് നിങ്ങൾക്കെതിരെ കൊണ്ടുവന്ന, മനുഷ്യൻ നിങ്ങൾക്കെതിരെ കൊണ്ടുവന്ന പല ആലോചനകളും നിങ്ങൾ അറിയാതെ ആര് മറിച്ചിട്ടു? ഒടയതമ്പുരാൻ മറിച്ചിട്ടു. ദൈവം മറിച്ചിട്ടത് കൊണ്ട് ഇന്ന് ഈ കസേരയിലിരിക്കുന്നു. സ്തോത്രം പറഞ്ഞേ. കുടുംബജീവിതം എത്രയോ പ്രാവശ്യം 2 തട്ടാകേണ്ടതാ. പിശാച് ദൈവം മറിച്ചിട്ടു. ബന്ധങ്ങൾ അകന്നു പോകേണ്ടതാ. ജീവിതങ്ങൾ പലരും തകർന്നു പോകേണ്ടതാ. നിരാശ കയറി പലരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണ്. ദൈവം അതെല്ലാം മറിച്ചിട്ടു. സ്തോത്രം. അതെല്ലാം ദൈവം മറിച്ചിട്ട്. സ്തോത്രം. കമ്പനി പരാജയത്തിലേക്ക് പോയി, ജോലി പരാജയത്തിലേക്ക് പോയി, സാമ്പത്തികമായി തകർന്നു പോയി. അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ നമ്മൾ ആകെ തകർന്ന സ്റ്റേജിലെത്തി. അവിടെ എല്ലാം ദൈവം ആലോചന മറിച്ചു. ഉറക്കപ്പറ ദൈവവൈദ്യലെ ദൈവം നിനക്കെതിരെ വന്ന ശത്രുവിന്റെ ആലോചന ദൈവം മറിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഭൂമുഖത്ത് നീ കാണുകയില്ല. പണ്ടേ പോയേനെ. അത് മറന്നു പോകരുത്. സ്തോത്രം. രണ്ടാമത്തെ വാക്യം കണ്ടോ? 31:28-29 വാക്യം വായിച്ചേ. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദോഷം ചെയ്യാൻ എന്റെ പക്കൽ എന്തുണ്ട്? ശക്തിയുണ്ട്. നിന്റെ ജോലി എടുത്തു കളയാൻ, നിന്നെ ഈ ദേശത്തുനിന്ന് ഓടിക്കാൻ, നിന്നെ തകർത്ത് തരിപ്പണമാക്കാൻ, നിന്റെ ജീവിതം ഇല്ലാതാക്കാൻ, നിന്റെ ബിസിനസ് തകർക്കാൻ, കുടുംബജീവിതം തകർക്കാൻ. ആമേൻ. പിശാചിന്റെ പക്കൽ ശക്തിയുണ്ട്. മനുഷ്യന്റെ പക്കൽ ശക്തിയുണ്ട്. പക്ഷേ അത് തൊടാഞ്ഞതിന്റെ കാരണം അടുത്ത വാക്യത്തിൽ നിങ്ങൾ കേട്ടോ, നിന്റെ പിതാവിന്റെ ദൈവം ഇന്നലെ രാത്രിയിൽ എന്നെ തടഞ്ഞു. സ്വത്രം പറഞ്ഞ് ദൈവവൈദ്യത്തിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം ദോഷശക്തിയെ ദൈവം തടഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞ്. നിനക്കെതിരെ ദോഷം ചെയ്യാൻ വന്ന ദോഷത്തിന്റെ ശക്തിയായ പിശാചിനെയും മനുഷ്യനെയും അതിന്റെ പുറകിൽ പ്രവർത്തിച്ച സകലകരവും ദൈവം തടഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. ഓർമ്മ വേണം. അതറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. ദൈവം ദോഷശക്തിയെ തടഞ്ഞില്ലെങ്കിൽ ഇന്നിവിടെ കാണത്തില്ല. എത്രയോ പ്രാവശ്യം ജോലി പോകേണ്ട ആൾക്കാർ ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്. അതല്ല, ആരാ തടഞ്ഞത്? സ്തോത്രം പറ. എത്രയോ പ്രാവശ്യം രോഗം വന്നിട്ട് സൗഖ്യമാകാതെ തകർന്നവരുണ്ട്. അവിടെ എല്ലാം കയറി തടഞ്ഞത് ആരാ? നമ്മുടെ ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ച സകല ദോഷശക്തികളെയും ദൈവം തടഞ്ഞു. ലാഭാൻ പറയുക, എന്റെ പക്കൽ വാളുണ്ട്, വെട്ടുകത്തിയുണ്ട്, കോടാലിയുണ്ട്, എല്ലാം ഉണ്ട്. എന്റെ പക്കൽ ശക്തിയുണ്ട്. പക്ഷെ ഞാൻ അത് എടുക്കാത്തതിന്റെ കാരണം ഇന്നലെ രാത്രി തടഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം. അങ്ങനെ ദോഷശക്തിയെ ദൈവം തടഞ്ഞു. അതുകൊണ്ടാണ് എന്ത് ചെയ്യാഞ്ഞത്? സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിക്കണ്ട, ഞാൻ പറയാം. മൂന്നാമത്തെ നമ്മൾ 6-ാം അധ്യായമോ പറഞ്ഞത്. 2 രാജാക്കന്മാർ. ആരാന്നറിയോ? അരാൻ രാജാവ് ഇസ്രായേലിനെതിരെ ആലോചന നടത്തി പല പ്രാവശ്യം ഇസ്രായേലിനെ തകർത്ത് കളയാൻ അവർ തീരുമാനിച്ചു. അവര് എന്ത് ചെയ്തെന്നറിയാമോ? ഇസ്രായേൽ അറിയാതെ രഹസ്യ വഴി ഉണ്ടാക്കി ഇസ്രായേലിന്റെ അടുക്കൽ വന്ന് തകർക്കാൻ വേണ്ടി പദ്ധതി ക്രമീകരിച്ച് അവർ മുൻപോട്ട് വന്നു.
ഹല്ലേലൂയ. പക്ഷെ വിജയിച്ചില്ല. അപ്പം ഏലീശ പ്രവാചകനെ ദൈവം വെളിപ്പെടുത്തി. ഉടനെ പ്രവാചകനെ ഇസ്രായേൽ രാജാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ അരാം സൈന്യം ഇന്ന സ്ഥലത്തൂടെ വരുന്നുണ്ട്, വേഗം പോയിട്ട് ആ വഴി അങ്ങ് അടയ്ക്കാൻ പറഞ്ഞു. സ്തോത്രം. നീ വേഗം അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ചെന്ന് അരാം സൈന്യം വരുന്ന വഴി ഇവർക്കെതിരായി ഇവരെ തീർക്കാൻ വരികയായിരുന്നു. ആ വഴിക്ക് നിന്ന് അവരെ പരാജയപ്പെടുത്തി. ഒറ്റ വാക്കിൽ അർത്ഥം പറയാൻ പോവുക, കുഞ്ഞെ, നിനക്കെതിരെ വന്ന ശത്രുവിന്റെ ആലോചനയെ ദൈവം തകർത്തു. അരാം രാജാവ് പലവട്ടം ആലോചിച്ചു കൊണ്ടുവന്ന പദ്ധതി പ്രവാചകന് പ്രാർത്ഥനയിലൂടെ വെളിപ്പെട്ട് കിട്ടി. പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു, ഇന്ന സ്ഥലത്തൂടെ വരുന്നുണ്ട്, പോയി എല്ലാം തകർക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനക്കെതിരെ ശത്രു കൊണ്ടുവന്ന ഗൂഢാലോചന, നിനക്കെതിരെ ശത്രു കൊണ്ടുവന്ന പല പദ്ധതികളും ആമേ പ്രാർത്ഥനക്കാരനായ ഏലീശയ്ക്ക് അത് വെളിപ്പെട്ടു, തകർത്തു കളഞ്ഞു. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ശത്രുവിന്റെ ആലോചനയെ തകർത്തു. പല വട്ടം അരാം രാജാവ് നോക്കിയിട്ടും വിജയിച്ചില്ല. എന്താ കാര്യം? ഇവിടെ പ്രാർത്ഥിക്കുന്നു, ഇവിടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഒരു പ്രാർത്ഥനക്കാരനുള്ളത് കൊണ്ട് വിജയിച്ചില്ല, ഇല്ലെങ്കിലോ തകർന്നു പോയേനെ. സ്തോത്രം. ഇപ്പൊ മനസ്സിലായോ എന്താ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്? ആലോചന മറിച്ചിട്ട ദൈവം. രണ്ടാമത് എന്താ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്? ദോഷശക്തി തടഞ്ഞ ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ടാ നിന്റെ അടുക്കലോട്ട് പലപ്പോഴും മാരകമായ ആയുധവുമായി പിശാച് കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ ആവാൻ പറയും, എന്റെ പക്കൽ ശക്തിയുണ്ട്, ഞാൻ നിന്നെ തകർക്കാനാ വന്നത്, നിന്നെ ഉപദ്രവിക്കാനാണ് വന്നത്, പക്ഷെ എന്നെ ഇന്നലെ രാത്രി നിന്റെ ദൈവം തടഞ്ഞു. ദൈവവൈതലേ, നിനക്കെതിരെ വന്ന പല ദോഷങ്ങളെയും ദൈവം തടഞ്ഞത് കൊണ്ടാണ് ഈ ബദറിന്റെ പ്രദേശത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് ഒരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ജോലിയിൽ ആഞ്ഞടിച്ചല്ലേ, എത്രയോ പ്രാവശ്യം ദൈവം തടഞ്ഞു, എത്രയോ പ്രാവശ്യം നിനക്കെതിരെ ആഭിചാരങ്ങൾ, അന്യാരാധനകൾ, കൂടുപത്രങ്ങള്, അതുപോലെ മന്ത്രവാദത്തിന്റെ ശക്തികള്, നേർച്ചകള്, കാഴ്ചകള്, വെല്ലുവിളികള്, അനേകരുടെ വാശി, വൈരാഗ്യം, ഇതെല്ലാം ദൈവം തടഞ്ഞത് കൊണ്ടല്ലേ ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ന് ഇവിടെ കാണുമോ എന്ന് ഞാൻ ചോദിക്കുക. സ്തോത്രം. രണ്ടു മൂന്ന് കാര്യം കൂടെ പറഞ്ഞിട്ട് പിന്നിലോട്ട് വരാം. ഒന്ന്, നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, വാക്യമൊന്നും വായിക്കണ്ട കേട്ടോ, 13-14 അധ്യായത്തിലേക്ക് വരുമ്പോൾ, മനോഹയുടെ ഭാര്യ ശിംശോന്റെ അമ്മ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ, നിനക്ക് ഒരു ആൺകുഞ്ഞ് ഉണ്ട്. അവളോട് പറയാണ്, നിനക്ക് മക്കളില്ലല്ലോ. എന്നിട്ട് ദൂതൻ എടുത്തു പറഞ്ഞു, നീ മച്ചിയല്ലോ, നിനക്ക് കുഞ്ഞുങ്ങളില്ല, പക്ഷെ ദൈവം നിനക്കൊരു ആൺകുഞ്ഞിനെ തരാൻ പോവുക. എന്നിട്ട് പറഞ്ഞു, ഗർഭത്തിൽ വെച്ച് നീ അവനെ പ്രതിഷ്ഠിക്കണം. എല്ലാവരും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടാണ് പ്രതിഷ്ഠിക്കുന്നത്. കർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല, നിന്റെ വയറ്റിൽ കിടക്കുമ്പോൾ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു. വയറ്റിലിട്ട് കുഞ്ഞിനെ പ്രതിഷ്ഠിക്കുക. എന്നിട്ട് വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ വേർപാടോടെ കുഞ്ഞിനെ വളർത്തണമെന്ന് പറഞ്ഞു. ആമേ പറയാണ്, നീ മച്ചിയല്ലോ. അത് പറയാനാണ് ഞാൻ വരുന്നത്. നീ മച്ചിയല്ലോ. അതിന്റെ അർത്ഥം എന്താ? നീ മച്ചിയല്ലോ എന്ന് പറഞ്ഞാല് മക്കൾ ഉണ്ടാകത്തില്ല എന്നല്ല അതിന്റെ അർത്ഥം. ആമേ, അതിന്റെ അർത്ഥം അവിടെ ഗർഭപാത്രം തകർന്നുപോയി. ഇനി അതെന്തല്ല, ഒരിക്കലും ഇനി അതിനകത്ത് കുഞ്ഞുണ്ടാകത്തില്ല, തകർന്നുപോയി. കർത്താവ് പറയാണ്, ആ തകർന്നു പോയ നിന്റെ ഗർഭപാത്രം ഉണ്ടല്ലോ, ഞാൻ തൊടാൻ പോവാ. അവിടെ ഒരു ആൺകുഞ്ഞുണ്ടാകാൻ പോവുകയാണ്. അവിടെ ഒരു ആൺകുഞ്ഞ്. അതുകൊണ്ട് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, തകർന്നിടത്തു നിന്ന് ദൈവത്തിന് വലിയ പ്രവൃത്തികൾ തുടങ്ങാൻ കഴിയും, ആരംഭിക്കാൻ കഴിയും. ഒരിക്കലും ആർക്കും കഴിയത്തില്ല. പക്ഷേ ദൈവം പറയാണ്, മച്ചിയായ നിന്റെ ഉദരത്തിൽ ഞാൻ തൊടാൻ പോകുന്നു,
ഒരാൺകുഞ്ഞുണ്ടാകാൻ പോകുന്നു. ഒരല്ലേലൂയ പറഞ്ഞ്. ജീവിതം തകർന്ന് തകർന്ന് തരിപ്പണമായി ഇനിയും ഈ തകർന്നിടത്തുന്ന എനിക്കൊരു നന്മ വരത്തില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഇരിക്കുന്നെങ്കിൽ നിനക്ക് തെറ്റുപറ്റി. തകർന്നിടത്തുനിന്ന് വലിയ നന്മയെ കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. സ്തോത്രം. ഒരിക്കലും പ്രസവിക്കാൻ കഴിയാതെ തകർന്നുപോയ ആ ഉദരത്തിനകത്തു നിന്ന് വേദപുസ്തകത്തിൽ ഒരു വലിയ നന്മയുള്ള മനുഷ്യനെ ദൈവത്തിന് ജനിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ രാത്രി ദൈവവൈതലേ തകർന്നെന്നോർത്ത് നീ ഭാരപ്പെടേണ്ട. മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ തകർന്നിടത്തുനിന്ന് ദൈവത്തിന് വലിയ അനുഗ്രഹം കൊണ്ടുവരാൻ കഴിയും, വലിയ നന്മ കൊണ്ടുവരാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതാണ് സെക്കരിയാവിന്റെ ഭാര്യയിലും കാണുന്നത്. ഞാൻ വൃദ്ധനല്ലോ, എൻ്റെ ഭാര്യയും വൃദ്ധനല്ലോ. ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ തകർന്നുപോയി. ഇനി ഞങ്ങളുടെ ശരീരത്തിനകത്ത് ഒരു കുഞ്ഞുണ്ടാകാൻ പറ്റത്തില്ല, കാരണം ഞങ്ങളുടെ ശരീരം തകർന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ആ തകർന്നുപോയ ശരീരത്തിനകത്തു നിന്ന് ഒരു വലിയ മനുഷ്യനായ യോഹന്നാന് ജന്മം കൊടുക്കാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ ഈ രാത്രി ഞാൻ പറയുന്നു, നിന്റെ ജീവിതം തകർന്നു പോയെന്നോർത്താരും നിരാശപ്പെടണ്ട. തകർന്നു പോയിടത്തു നിന്ന് ദൈവത്തിന് വലിയ പദ്ധതികൾ, വലിയ അനുഗ്രഹത്തിന്റെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ കഴിയും, പ്രവർത്തിക്കാൻ കഴിയും. ആരാ തകർന്നവർ ഇവിടെ ഇരിക്കുന്നത്? കർത്താവേ, എൻ്റെ ജീവിതം തകർന്നു, എൻ്റെ ജോലിയുടെ വിഷയത്തിലും എൻ്റെ വിഷയത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും എൻ്റെ സാമ്പത്തിക മണ്ഡലം എല്ലാം തകർന്ന് തരിപ്പണമായി, ഇനി അതിനൊരു മാറ്റവും വരത്തില്ല എന്ന് ഇന്ന് രാത്രി ചിന്തിക്കുന്നെങ്കിൽ ആ തകർന്നിടത്തുനിന്ന് വലിയ നന്മയെ കൊണ്ടുവരാൻ, വലിയ നന്മയെ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ രാത്രി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. 300 വയസ്സായി തകർന്നു പോയ സാറായുടെ ഉദരത്തിൽ നിന്ന് ഒരു വലിയ മനുഷ്യനായി ഇസഹാക്കിനെ ദൈവം കൊണ്ടുവന്നു. ഏതാണ്ട് പൂർണ്ണ വാർദ്ധക്യത്തിലെത്തി തകർന്നു പോയ ഹന്നായുടെ ഉദരത്തിൽ നിന്ന് ഒരു വലിയ യോഹന്നാനെ ദൈവത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുപോലെ മനോഹയുടെ ഭാര്യ ഒരിക്കലും കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയാതെ ആ തകർന്നു പോയ ശരീരത്തിൽ നിന്ന് ഒരു വലിയ മനുഷ്യനെ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ എവിടെയാണ് തകർച്ച സംഭവിച്ചത്? പറഞ്ഞാട്ടെ, എവിടെയാണ് നിന്റെ ജീവിതത്തിൽ തകർച്ച സംഭവിച്ചത്? ആ തകർന്നു പോയിടത്ത് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് തൊടാൻ കഴിയും, ദൈവത്തിന് തൊടാൻ കഴിയും. സ്തോത്രം. തൊടാൻ കഴിയും. കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, എൻ്റെ ജോലി തകർന്നിട്ടുണ്ട്, എൻ്റെ ഭാവി മണ്ഡലമൊക്കെ തകർന്നിരിക്കുന്നു, എൻ്റെ ജീവിതം തകർച്ചയിലോട്ട് പോകുന്നു, എൻ്റെ ബിസിനസ് തകർച്ചയിലോട്ട് പോകുന്നു. ആ തകർന്നു പോയ ശരീരത്തിനകത്തു നിന്ന് ഒരു ശിംശോനെ വെളി കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ, തകർന്നു പോയ ഹന്നായുടെ ശരീരത്തിനകത്തു നിന്ന് ഹല്ലേലൂയ ഒരു യോഹന്നാനെ ജനിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ, തകർന്നു പോയ സാറായുടെ ശരീരത്തിനകത്തു നിന്ന് ഒരു ഇസഹാക്കിനെ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ, തകർന്നുപോയ ഭവനത്തോട്, തകർന്നുപോയ ജീവിതത്തോട് ഞാൻ പറയട്ടെ, ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയും, ദൈവത്തിനവിടെ പ്രവർത്തിക്കാൻ കഴിയും, ദൈവത്തിനവിടെ പ്രവർത്തിക്കാൻ കഴിയും, ദൈവത്തിനവിടെ പ്രവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഒരു നിമിഷം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു നിമിഷം ഒന്ന് കരമടിച്ചൊന്ന് ആരാധിച്ച്, എല്ലാരും ഒന്ന് കൈയടിച്ച് ആരാധിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ പ്രതിസന്ധികളും മാറട്ടെ. ഓക്കെ. അപ്പം 2 കാര്യം പറഞ്ഞു. അതൊക്കെയാ പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു. പിന്നെയോ, തകർന്നിടത്തോളം ദൈവത്തിന് തകർന്നു പോയെടുത്ത് പ്രവർത്തിക്കാൻ പറ്റുമോ? ഒരിക്കലും കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയാതെ തകർന്നു പോയില്ലേ? അവിടെ ആ 3 സ്ഥലത്തും ദൈവം പ്രവർത്തിച്ചില്ലേ? ഹല്ലേലൂയ പറ. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും കേട്ടോ. ഓക്കെ. അവിടെ ഒച്ച വെക്കുന്നത് ഇയാളെന്താ പറയുന്നത്? അവിടെ പോയിരുന്നേ. ഒച്ച വെക്കുന്നത് എന്താ? പാർശ്വ പ്രസംഗിക്കുന്നത് കേട്ടില്ലേ? അടിമേടിക്കണം മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ കേട്ടോ. ഓക്കെ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കുക. ഞങ്ങൾ തമ്മിൽ തീർത്തോളാം, നിങ്ങൾ അങ്ങോട്ട് നോക്കുമെന്ന് പോലും. പ്രൈസ് ദി ലോർഡ്. ഉള്ളിയെങ്കിലും വലപ്പോഴും ഒക്കെ ചൂടാക്കിയില്ലെങ്കിൽ
പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരാം, നമുക്ക് വാക്യത്തിലേക്ക് വരാം കേട്ടോ. ന്യായാധിപന്മാരുടെ പുസ്തകം എടുക്കുക, 6-ാം അധ്യായത്തിലേക്ക് വരാം. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒച്ചവെക്കരുത് ആരും, കുട്ടികൾ ആരും ഒച്ചവെക്കല് കേട്ടോ. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ വായിച്ച്. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേൽ മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാനരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളി പോലെ കൂട്ടമായി വരും. ശ്രദ്ധിക്കാം, വേദപുസ്തകത്തിൽ ചില ശക്തികളുണ്ട്. അതിൽ ഒന്നാമത്തെ ശക്തി ഫറവോന്റെ ശക്തി, അല്ലെങ്കിൽ മിസ്രൈമ്യ ശക്തി. എന്താണെന്നറിയോ? ഇസ്രായേൽ ആരാധിക്കാൻ അനുവദിക്കാത്ത ശക്തി. ഫറവോ രാജാവ് പറഞ്ഞു, ഇസ്രായേല് മോശ പറഞ്ഞു, എന്റെ ജനത്തെ ആരാധനയ്ക്ക് ഈ പുള്ളി വിടത്തില്ല. അതുവരെ പുള്ളിക്ക് കുഴപ്പമില്ല. ആരാധനയുടെ വിഷയം വന്നപ്പോൾ ഫറവോന് പ്രശ്നമായി. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, പുറപ്പാട് 5 തൊട്ടുകൾ വായിച്ചാൽ മതി. ഇപ്പൊ ഞാൻ പറയുന്ന ഭാഗങ്ങളൊക്കെ കിട്ടും കേട്ടോ. അവിടെ കാണുന്ന ഇങ്ങനെയാണ്, എൻ്റെ ജനത്തെ മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി ദൂരം പോയി എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കണം. ആരാധിക്കാനല്ല, 3 ദിവസത്തെ വഴി ദൂരം പോയി ചെങ്കടൽ കിടന്ന് എൻ്റെ ജനത്തെ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ആരാധനയല്ല, വേർപാട്. മിസ്രൈമിനെ വിട്ടാരാധിക്കാൻ എൻ്റെ ജനത്തെ. അതുകൊണ്ട് ദൈവമക്കളെ, ആരാധന പോരാ, ആരാധിക്കുന്ന വ്യക്തിക്ക് വേർപാട് വേണം. ലോകത്തിൻ്റെത് പലതും വിട്ടാരാധിക്കണം. അതാണ് ആരാധന. ഹല്ലേലൂയ പറഞ്ഞത്. അതാ പറഞ്ഞത്, ചെങ്കടല് കടന്നു 3 ദിവസത്തെ വഴി ദൂരം പോയി എൻ്റെ ജനത്തെ ആരാധിക്കണം. ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങോട്ട് നോക്കാം. ആമേൻ. അപ്പൊ ഫറവോന്റെ വേദം മാറി. ഫറവോ എന്താ പറയുന്നറിയോ? ഇന്ന് തൊട്ട് ഇഷ്ടികയ്ക്ക് വിറക് കൊടുക്കണ്ട. ഇഷ്ടിക കമ്പനി വിറക് കൊടുക്കണ്ട. എന്നിട്ട് പറഞ്ഞു, ഇഷ്ടികയുടെ എണ്ണ ഒട്ട് കുറയ്ക്കാനും പാടില്ല, വിറക് കൊടുക്കണ്ട, അവര് വിറക് തന്നെ ഉണ്ടാക്കട്ടെ. അപ്പൊ ഇസ്രായേലിന് കഷ്ടപ്പാടായി. വിറക് ഉണ്ടാക്കണം. നേരത്തെ വിറക് കിട്ടുമായിരുന്നു, ഇപ്പൊ വിറക് ഉണ്ടാക്കണം. വിറക് ഉണ്ടാക്കിക്കൊണ്ട് വരണം. ഇഷ്ടികയുടെ എണ്ണ കുറയാനും പറ്റത്തില്ല. സ്തോത്രം. ആരാധനയുടെ വന്നപ്പോ അതുവരെ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? ഒറ്റ വാക്കിൽ അർത്ഥം പറയട്ടെ. ആരാധന എന്ന വിഷയം വന്നപ്പം ഡ്യൂട്ടി ഡബിളായി. ആരാധന വിഷയം വന്നപ്പോ വിറക്. അപ്പൊ ഒരു കാര്യം ഓർത്ത്, ഈ ആരാധനയുടെ അന്ന് കയറി വരുന്ന ഡ്യൂട്ടി സത്യത്തെങ്കിൽ അത് നന്മയ്ക്കുള്ളതല്ല, ആരാധന തടയാനുള്ള പണിയാ. സ്തോത്രം പറഞ്ഞ് ഇതുവരെയും ഫറവോൻ എന്ത് ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു പദ്ധതി ഇല്ല. എന്നാൽ മരുഭൂമി പോയി ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ഡ്യൂട്ടി ഡബിളാക്കി. എന്തിനാ? പോകാതിരിക്കാൻ. വിറക് കൊടുത്താൽ എന്ത് ചെയ്യും? നേരത്തെ പണി തീരില്ല, ഇപ്പൊ ഡബിളാക്കി ആരാധന. പ്രൈസ്. അത്രയും പറഞ്ഞ് ഞാൻ വിടുക കേട്ടോ. ഹല്ലേലൂയ. ഫറവോനെ ആൺകുഞ്ഞുങ്ങൾ ഉണ്ടായ ഉടനെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലുക. അപ്പൊ ഫറവോന്റെ മിസ്രൈമിന്റെ ശക്തി മനസ്സിലായി. ഒന്ന്, ആരാധനയെ തടയുന്ന ശക്തി. അതുകൊണ്ട് പലപ്പോഴും ആരാധനയ്ക്ക് വരാൻ കഴിയാത്തവരൊന്നറിഞ്ഞു, നിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് മിസ്രൈമിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ പറഞ്ഞത്. അതൊരിക്കലും നിന്നെ മുന്നോട്ട് വിടുകയില്ല. ഒരു വേർപാടിന്റെ ആരാധനയ്ക്ക് അത് അനുവദിക്കത്തില്ല. ആമേ. പല വിധത്തിലും. രണ്ടാമതൊന്നറിയ, ആൺകുഞ്ഞുങ്ങൾ ഉണ്ടായ ഉടനെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലും. അതിന്റെ അർത്ഥം എന്താ? കൊല്ലുമെന്നല്ല അതിന്റെ അർത്ഥം. അതെ, കൊല്ലും. അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാല്, ആരംഭത്തിലെ തീർക്കുക, തുടക്കത്തിലെ കുഞ്ഞുണ്ടായ ഉടനെ കൊല്ലുക. സ്റ്റാർട്ടിങ്ങിലെ
ആ നീ ഒരു കമ്പനി തുടങ്ങി, ഒരാഴ്ച തികക്കത്തില്ല, സ്റ്റാർട്ടിങ്ങിലെ അതങ്ങ് പൊട്ടിക്കും, ആരംഭത്തിലെ അതങ്ങ് എന്തെങ്കിലും ഒരു പദ്ധതി ആലോചിച്ചു, ആ ആലോചനയിലെ അതങ്ങ് ഇല്ലാതെ ചെയ്യും. ഇതാണ് പറവോന്റെ പരിപാടി. ആൺകുഞ്ഞുണ്ടായാൽ ഉടനെ ഒട്ടും താമസിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പലതും തുടക്കത്തിലെ അവസാനിപ്പിക്കുക, ആരംഭത്തിലെ ഇല്ലാതാക്കുക. ഒരു തീരുമാനം നീ എടുക്കുമ്പോഴേ അന്ന് തന്നെ ആ തീരുമാനം നിന്നെ കൊണ്ട് ഇല്ലാതാക്കിക്കുന്ന പണിയാണ് മിസ്രൈമിന്റെ പദ്ധതി. നമുക്കത് വിട്ടുകളയാം കേട്ടോ. മിസ്രൈമ് പിന്നെ അമാലേക്ക് ശക്തി വഴിയിലിട്ട് തടയുക. പുറപ്പാട് പുസ്തകത്തിൽ കണ്ടില്ല, ഇടർച്ച ഉണ്ടാക്കുക, ഒരു വിധത്തിലും ആരാധിക്കാൻ മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ല. ഈ പുളി ഇടർച്ച ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അമാലേക്ക് ശക്തി, പറവോന്റെ ശക്തി, പിന്നെ മിദ്യാനി ശക്തി. അതാ ഇപ്പൊ നമ്മൾ വായിച്ചത്. മിദ്യാനി ശക്തിയുടെ പണി എന്താണെന്നറിയോ? സാമ്പത്തികം തകർക്കുക, ഇസ്രായേലിന്റെ നന്മയെല്ലാം മുടക്കുക. പറവോന്റെ ശക്തി ആരാധന തടയുക. അമാലേക്കിന്റെ ശക്തിയോ ഇടർച്ച ഉണ്ടാക്കുക, ഇടക്കിട്ട് വരെ തടയുക. സ്തോത്രം. പിന്നെ കനാന്യ ശക്തി, വാക്തത്വം നിറവേറാൻ പറ്റത്തില്ല, വാക്തത്വങ്ങളിൽ എത്തിക്കത്തില്ല. അതുകൊണ്ട് ഒന്ന് ഓർത്തു, ഇതെല്ലാം ഇന്നും ദൈവമക്കളെ പറയുന്നുണ്ട്. ലിലിയ പറഞ്ഞേ ആമേ, ദൈവിക വാക്തത്വത്തിൽ എത്താതിരിക്കാൻ വേണ്ടി നിന്നെ പുറകോട്ട് പിടിക്കുന്ന ശക്തിയാണ് കനാന്യ ശക്തി എന്ന് പറയുന്നത്. സാമ്പത്തികം തകർക്കുന്ന ശക്തിയാണ് ഇപ്പൊ നമ്മൾ വായിച്ച മിദ്യാനി ശക്തി എന്ന് പറയുന്നത്. പറവോന്റെ ശക്തി എന്ന് പറയുന്നത് ആരാധനയെ തകർക്കുന്ന ശക്തിയാണ്. അമാലേക്ക് ശക്തി എന്ന് പറയുന്നത് ഇടർച്ച ഉണ്ടാക്കുന്ന ശക്തിയാണ്. ഹല്ലേലൂയ പറഞ്ഞേ ആമേ. ആരാധന ദിവസം എന്തേലും പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞേ. ഇതിനെയൊക്കെ പ്രാർത്ഥിച്ച് ജയിക്കാത്തവർക്ക് ക്രിസ്തീയ ജീവിതം വിജയിക്കത്തില്ല. സ്തോത്രം. ശാലിനി സങ്കീർത്തനം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഞാനതൊന്നുകൂടെ ആവർത്തിക്കാം. സ്തോത്രം. 3 മരണമാണ് ബൈബിളിലുള്ളത്. 1 ആത്മീക മരണം, 2 ജഡീക മരണം, 3 നിത്യമരണം. അതിൻ്റെ പേര് നരകമെന്നാണ്. അതിന് ബൈബിൾ കൊടുത്തേക്കുന്നത് നിത്യമരണമെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തേക്കുന്നത്. ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം നമ്മളെ ഇറക്കി വിട്ടു. എന്തിനിറക്കി വിട്ടെന്നറിയാമോ? മുമ്പേ പറഞ്ഞ ആ ജീവന്റെ വൃക്ഷം കയറി നമ്മൾ തിന്നാൽ അത് നിത്യജീവനാണ്. പിന്നെ നമ്മൾ നിത്യവും ജീവിക്കും. എങ്ങനെ ജീവിക്കും? പാപിയായിട്ട് ജീവിക്കും. പാപിയായിട്ട് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാൻ ആരും പിന്നെ അതിനാ ഉള്ളി ഇറക്കി വിട്ടത്. ആ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് ആ നിത്യജീവന്റെ വൃക്ഷം നമുക്ക് തരാൻ വേണ്ടിയാണ് ഇറക്കി വിട്ടത്. അല്ലെങ്കിൽ നമ്മൾ അത് കയറി അങ്ങ് തിന്നും. പാപിയെ പിന്നെ അവിടെ താമസിപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വട്ടോട് പറിച്ച് തിന്നും. പിന്നെ സ്വർഗത്തിലേക്ക് പോകാൻ ഒരു മനുഷ്യനും കാണുകയില്ല. സ്വർഗം കാലിയായി പോകും. പാപി ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. സ്തോത്രം. നിത്യജീവന്റെ വൃക്ഷത്തിന്റെ ഫലം പറിച്ചാൽ പിന്നെ അവൻ എന്നും പാവിയായിട്ട് ജീവിക്കും. പിന്നെ അവന് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ അത് പറിച്ച് തിന്നുന്നതിന് മുമ്പേ വെളിയിലിറക്കി. ഇനി പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് അത് നമുക്ക് തരും. അത് നമുക്ക് തരാൻ വേണ്ടി വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് തരുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാ നിത്യജീവൻ എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ജഡീക മരണം അതാണ്. ഏറെ ആയാൽ 70 അല്ലെങ്കിൽ 80. പിന്നത്തെ ദൈവത്തിന്റെ കൃപ. ആത്മീയ മരണം അത് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചു. പരിശുദ്ധാത്മാവ് മരിച്ചു. ഇപ്പോഴും പലരുടെ ആത്മാവ് മരിച്ചായിരിക്കുന്നത്. അത് ഇതുവരെയും ജീവിച്ചിട്ടില്ല. ഇപ്പോഴും അത് ജീവിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ ആരാധിക്കുന്നത് ജഡം കൊണ്ടാണ്, ആത്മാവ് കൊണ്ടല്ല. അഭിഷേകമില്ലാത്തവരാരാധിക്കുന്നത് വെറും ജഡം. അതുകൊണ്ട് നിങ്ങളുടെ കൈയൊക്കെ കഴിക്കും. കുറെ കൈ കൊട്ടിക്കഴിഞ്ഞ് കഴിക്കുമ്പോൾ നമ്മൾ എത്ര നോക്കിയാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വാ തുറന്ന് ഹല്ലേലൂയ ഉറക്കെ പറയാൻ പറ്റത്തില്ല. കാരണം ജഡം കൊണ്ടല്ലേ ഈ പറയുന്നത്. അതിനൊരു പരിമിതിയുണ്ട്. ആത്മാവിൽ പറയുമ്പോൾ അത് മാറും. സ്തോത്രം. ആത്മാവിൽ പറയുമ്പോൾ അത് മാറും. ജഡം കൊണ്ട് പറയുന്ന പോലെ അല്ല ആത്മാവിൽ പറയും. ഇങ്ങോട്ട് നോക്ക, കളിക്കരുത്, ഇങ്ങോട്ട് മുമ്പ് തൊട്ട് ഞാൻ പറഞ്ഞില്ല. ഇവനെ എന്തിനാ കളിപ്പിക്കുന്നത്? അമ്മ ആരാധന കഴിച്ചിട്ടേ അവനെ കളിപ്പിക്കാറ് കേട്ടോ. അതുവരെ മമ്മിയുടെ അടുക്ക പോയിരുന്നു. ഓക്കെ, യേശുവേ സ്തോത്രം. ഇങ്ങോട്ട് നോക്കാം എല്ലാരും. ആമേ. നമ്മൾ എന്താ കണ്ടത്? പ്രൈസ് ദി ലോർഡ്. ജഡീക മരണം, ആത്മീക മരണം, നിത്യമരണം. ഈ ജഡീക മരണത്തിൽ നിന്നും ആത്മീകമായി മരിച്ചവരെ നമ്മളെ ഇറക്കി വിട്ടു. എങ്ങോട്ട് ഇറക്കി വിട്ടത്? നിത്യമരണത്തിൽ.
ന്യായവിധിയിലേക്ക് ഇറക്കി വിട്ടു. ഈ ന്യായവിധിയിലേക്ക് ഇറങ്ങിപ്പോവുക നമ്മളാണ്. ആ ഇറങ്ങിപ്പോകുന്ന നമ്മളെ തിരിച്ചു വീണ്ടും ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് യേശു വന്നത്. അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പണ്ട് ദൈവരാജ്യം നമ്മളിൽ നിന്ന് വളരെ ദൂരെയാണ്, അത് സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. അങ്ങനെ യേശുക്രിസ്തുവിലൂടെ ദൈവരാജ്യത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ആൾക്കാരാണ് പെന്തക്കോസുകാരായ നമ്മൾ. ഹല്ലേലൂയ പറഞ്ഞേ. ഒരിക്കൽ നമ്മളെ അവിടെ ഇറക്കി വിട്ടു. ആ ഇറക്കി വിട്ട നമ്മള് വീണ്ടും യേശു ക്രിസ്തുവിലൂടെ ആ വാതിൽ നമുക്ക് തുറന്നിട്ട് നമ്മൾ രണ്ടാമത് അങ്ങോട്ട് തിരിച്ചു പോകുന്നു. എന്നാൽ ഒരു കൂട്ടർ ഇപ്പോഴും തിരിച്ചു പോകുന്നില്ല, ഇറക്കി വിട്ടതുപോലെ അവർ പൊക്കോണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിലും ബൈബിളുണ്ട്, അവർക്കും ആരാധനയുണ്ട്, അവർക്കും പ്രാർത്ഥനയുണ്ട്, അവരും എന്ത് ചെയ്യുന്നുണ്ട്, ദൈവമക്കളാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തിരിച്ചു പോകുന്നവരാണ് യഥാർത്ഥ ദൈവമക്കൾ. മടങ്ങിപ്പോകുന്നവർ ആത്മാവിൽ ജനിച്ചാണ് അവർ മടങ്ങുന്നത്. അവർ ജഡത്തിലല്ല മടങ്ങിപ്പോകുന്നവര്, അവർ ആത്മാവിലാണ് പോകുന്നത്. എന്നാൽ ഇറങ്ങിപ്പോയ കൂട്ടർ ഇന്നും ജഡത്തിലാണ്. അവരുടെ ആരാധന ഇന്നും ജഡീകമാണ്, അവരുടെ ആരാധന ഇന്നും ആത്മീകമല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? രണ്ട് ക്രിസ്ത്യാനിയുള്ളതാ, ഇറങ്ങിപ്പോകുന്നവരും മടങ്ങിപ്പോകുന്നവരും. ആത്മാവിൽ ജനിച്ച് ദൈവവചന പ്രകാരം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച നമ്മൾ മടങ്ങി അങ്ങോട്ട് തന്നെ പോകുന്നു. മറ്റോരിപ്പോഴും പൊക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ അവരെന്ത് ചെയ്യുന്നു? നിത്യമരണത്തിലേക്ക് ചെന്ന് വീഴുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം. മടങ്ങി വരാം. ഇവിടെ ഇസ്രായേൽ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ഇതുകൊണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഉടനെ കർത്താവ് എന്ത് ചെയ്തു? മിദ്യാന്യരുടെ കയ്യിൽ അവരെ 7 വർഷം ഏൽപ്പിച്ചു. 7 വർഷം ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു? യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. എന്താണെന്ന് അവിടെ എഴുതിയിട്ടുള്ളൂ. അവർ ചെയ്തത്, യഹോവയായ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന അവരെ ബാലിനെ ആരാധിക്കാൻ തുടങ്ങി. സ്തോത്രം. അന്യാരാധനയിലേക്ക് പോയി. അപ്പൊ യഹോവ എന്ത് ചെയ്തു? മിദ്യാന്യരെ ഏൽപ്പിച്ചു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 7 വർഷം മിദ്യാന്യരെ എന്താ പഠിച്ചത്? 7 വർഷം പാഴായിപ്പോയി. എന്തുകൊണ്ട്? യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്ത അന്യാരാധന നടത്തി. അപ്പൊ ആ 7 വർഷം മിദ്യാന്യരുടെ കയ്യിലോട്ട് ദൈവം കൊടുത്തു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്, ഈ ദൈവാരാധനയുടെ വഴിയിൽ നിന്ന് മാറിയാൽ ബഹറിൽ എത്ര വർഷമുണ്ടോ അത് മുഴുവൻ പാഴാകും. അത് മുഴുവൻ 7 വർഷം പോയില്ലേ? 40 വർഷം പെലസ്തരുടെ കയ്യിലോട്ട് പോയി. എന്താ കാര്യം? ഇതെല്ലാം ദൈവത്തിന്റെ വഴിയിൽ നിന്നും മാറി യാത്ര ചെയ്താൽ 20 വർഷം ബഹറിലായാല 20 വർഷവും പാഴായി. 20 വർഷവും ഉറപ്പാ. ഇപ്പൊ 7 വർഷം പോയി. 7 വർഷത്തെ അധ്വാനം, 7 വർഷത്തെ ജീവിതം. ആ വാക്യം വായിച്ചു കേൾപ്പീര് സിസ്റ്ററെ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. കണ്ടോ? 7 വർഷം പോയി. ആരുടെ കയ്യിൽ പോയി? മിദ്യാന്യരുടെ കയ്യിലെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുകയാണ്, ദൈവമക്കളെ, ദൈവത്തിന്റെ വഴിയിൽ നിന്ന് എപ്പം നീ മാറും, ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു, നിന്റെ ജീവിതത്തിന്റെ സംവത്സരങ്ങൾ പാഴായി പോകരുത്. പാഴാകുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അറിയാവോ? പാഴാകുക എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാതെ പോവുക. ജോലി ഉണ്ടെന്നേ, സാലറി ഉണ്ട്, ഇതുവരെ ഒരു പ്രയോജനവും 10-15 വർഷമായിട്ടും ജോലി കൊണ്ട് കാര്യമുണ്ട്, ഒരു പ്രയോജനവും ഇല്ല. പാഴായി പോവുക. ഇപ്പൊ കണ്ടോ? അധ്വാനമുണ്ട്, വ്യതയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് മുഴുവനും ആരാ കൊണ്ടുപോകുന്നത്? മിദ്യാന്യരെ.
മിദ്യാന്യർ കൊണ്ടുപോവാ, എല്ലാം പാഴായി പോകുക. അതുകൊണ്ട് ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അവർ അന്യാരാധനയിലേക്ക് മാറിയപ്പോൾ അവരുടെ വർഷങ്ങൾ പാഴായി പോയി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഈ ദേശത്ത് കൊണ്ടുവന്നൊരു വർഷം പാഴാകാനല്ല, ചില നന്മ ഉണ്ടാകാനാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുക കേട്ടോ, ഈ ദേശത്ത് നമ്മൾ ആയിരിക്കുന്ന വർഷം മുഴുവനും ദൈവത്തെ നീ മുറുകെ പിടിച്ചില്ലെങ്കിൽ നിന്റെ നന്മ പാഴായി പോകും. നാളെ പരാതി ഒന്നും പറഞ്ഞേക്കരുത്. അല്ലേലിയ പറഞ്ഞേ. 7 വർഷം പോയി. മിദ്യാന്യർക്ക് ദൈവം അങ്ങ് വിട്ടുകൊടുത്തു. സ്തോത്രം. 7 വർഷം അവർ കഴിഞ്ഞപ്പോഴത്തേന് അവർ നിലവിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. അവിടെ കിടന്ന് ബഹളം വെച്ചു, കരഞ്ഞു. അപ്പൊ ദൈവം എന്ത് ചെയ്തു? തിരിച്ച് മടക്കി കൊണ്ടുവരാൻ തീരുമാനിച്ചു. സ്തോത്രം. ആമേൻ. ഇനി നമുക്ക് ആ വാക്യം വായിക്കാം. അടുത്ത വാക്യത്തിലേക്ക് വരാം. വേഗം വായിച്ചാട്ടെ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ഹലോ, ഓക്കെ. ആ പുറത്തെ ഡോറൊന്ന് തുറന്നു, ഒരാൾ വന്നിട്ട് ഓടിച്ചില്ല. ഓക്കെ. വായിച്ചാട്ടെ സിസ്റ്റർ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. അനിഷ്ടമായത് ചെയ്തു. ആരാധനയുടെ വഴി വിട്ടു, വിശുദ്ധിയുടെ വഴി വിട്ടു, വേർപാടിന്റെ വഴി വിട്ടു, ദൈവവുമായുള്ള ബന്ധത്തിന്റെ വഴി വിട്ടു. യഹോവ അവരുടെ 7 വർഷം എന്ത് ചെയ്തു? 7 വർഷം മിദ്യാന്യർക്ക് കൊടുത്തു. അതുകൊണ്ട് ആരാധനയില്ലാതെ ഈ ദേശത്ത് ജീവിച്ച നിന്റെ വർഷം പോക്കാം, അതിന്റെ നന്മ പോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. ദൈവം എപ്പോഴാണോ നമ്മൾ ദൈവികമായ പദ്ധതിയിൽ നിന്ന് മാറുന്നത്, ദൈവിക വഴിയിൽ നിന്ന് മാറുന്നത്, എപ്പോൾ നമ്മൾ മാറിയാലും ആ വർഷം പാഴായി പോകും. പിശാച് നമ്മുടെ വർഷങ്ങളെ പാഴാക്കിക്കളയും, നമ്മുടെ നന്മകളെ പാഴാക്കിക്കളയും. ഇപ്പോൾ നമ്മുടെ വർഷം മൊത്തം മിദ്യാന്യർ കൊണ്ടുപോവുക, മിദ്യാന്യ ശക്തി കൊണ്ടുപോവുക. അടുത്ത വാക്യത്തിലേക്ക് വരാം. വേഗം വായിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹൂരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇവരുടെ നന്മയെല്ലാം കളയുക. മിദ്യാന്യ ശക്തി. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, അധ്വാനിക്കുന്ന നന്മകളെല്ലാം വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്നറിഞ്ഞു, അതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് ഈ ശക്തിയാണ്, മിദ്യാന്യ ശക്തിയാണ്. അനേകരുടെ സാലറി, നല്ല സാലറിക്ക് ജോലി ചെയ്യുന്നുണ്ട്, അനേകര് പണം ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം പോവുക. കണ്ടോ, ഇസ്രായേൽ ഇഷ്ടം പോലെ വിതയ്ക്കുന്നുണ്ട്, അവർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, എല്ലാം മിദ്യാന്യ ശക്തി നശിപ്പിക്കുക. അതുകൊണ്ട് ഒരു സാമ്പത്തിക വിടുതൽ വേണ്ടേ? ഒരു സാമ്പത്തിക വിടുതൽ വേണ്ടേ? ഈ കഠിനാധ്വാനം ചെയ്യുന്നതെല്ലാം ശത്രു നശിച്ചു പോകാതിരിക്കാൻ, നശിപ്പിച്ച് കളയാതിരിക്കാൻ ഈ രാത്രിയിൽ ഒരു സാമ്പത്തിക വിടുതൽ നമുക്ക് ആവശ്യമാണ്. അത് വേണമെങ്കിൽ മിദ്യാന്യ ശക്തിയെ തകർക്കണം. മിദ്യാന്യ ശക്തിയെ തകർക്കാതെ അതിൽ നിന്നൊരു വിടുതൽ എടുക്കാൻ ആർക്കും കഴിയില്ല. സ്വന്തം ഈ രാത്രി ഒരു തീരുമാനമെടുക്കുക. നിന്റെ ജീവിതത്തില് ഇതുവരെയുള്ള അനേക നന്മകൾ തകർന്നുപോയി, ഇനിയുള്ളത് തകരാതിരിക്കട്ടെ. മിദ്യാന്യ ശക്തിയെ തകർത്ത് ഈ രാത്രി ജയം എടുക്കണം. ആമേൻ, ആമേൻ. നമുക്ക് നോക്കാം. ദൈവം അതിന് ചില വഴികൾ തുറക്കുന്നു. 11-ാമത്തെ വാക്യം വായിച്ചു, സമയത്തിന് പരിമിതി കൊണ്ട്. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്യനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരി ചക്കിനരികെ വെച്ചു മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. മതി. ദൈവം ഇവരെ വിടുവിക്കാൻ വേണ്ടി ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഗിദെയോൻ. അദ്ദേഹത്തെ ദൈവം വിളിക്കുകയാണ്. സ്തോത്രം. എന്തിനാണ്? മിദ്യാന്യ ശക്തിയെ തകർക്കുന്ന ഒരു ശുശ്രൂഷ ഗിദെയോനെ കൊണ്ട് ചെയ്യിച്ച് ദൈവമക്കളെ ആ മിദ്യാന്യ ശക്തിയുടെ മേൽ ഒരു ജയം കൊടുക്കുവാൻ ഗിദെയോനെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവം വിളിക്കുക.
അദ്ദേഹം ഒരു കരിവേലകത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവം അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹം മുന്തിരി ചക്കിനെ മറഞ്ഞു നിന്ന് മെതിക്കുകയാണ്. അപ്പൊ ദൈവം അദ്ദേഹത്തെ വിളിച്ചു, പരാക്രമശാലിയെ. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം, ഇതിനൊക്കെ വലിയ അർത്ഥമുണ്ട്. ഇപ്പൊ ഞാനത് പറയാൻ പോവാം. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം വലിയ പരാക്രമമൊന്നും കാണിച്ചില്ല, പേടിച്ച് വിറച്ചു. ശത്രു കാണാതെ ഗോതമ്പ് കൊയ്തെടുക്കുക, ശത്രു കാണാതെ പാത്ത് നിന്ന് കൊയ്യുക. സ്തോത്രം. എന്നിട്ട് ഒരു മുന്തിരി ചക്കിന് മറച്ചു വെച്ച് ഇദ്ദേഹം മെതിക്കുക. അദ്ദേഹത്തെ വിളിക്കുകയാണ് പരാക്രമശാലി. എന്താ അതിന്റെ അർത്ഥം? പറഞ്ഞാട്ടെ. ഇതിന്റെ അർത്ഥം ഒറ്റ ബാക്കി പറയാൻ പോവുക. നിങ്ങൾ തയ്യാറാണോ? ഇതിന്റെ അർത്ഥം സാഹചര്യം മുഴുവനും എതിരാ. മിദ്യാന്യ ശക്തി കണ്ടാൽ ആമേ ഗിദെയോനെ അവരെന്ത് ചെയ്യും? തകർത്ത് കളയും, ഉപദ്രവിക്കും. മിദ്യാന്യ ശക്തി കാണാതെ, മിദ്യാനികളുടെ ശ്രദ്ധയിൽ പെടാതെ പാത്ത് ഇറങ്ങി അദ്ദേഹം ഗോതമ്പ് പാത്ത് കൊണ്ടുവച്ച് മെതിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രി നിങ്ങൾക്ക് പറ്റുമോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ശത്രു ചുറ്റുപാട് നിൽക്കുമ്പോൾ ശത്രുവിന്റെ ശ്രദ്ധയിൽ പെടാതെ അദ്ദേഹം മുന്നോട്ടിറങ്ങാൻ കാണിച്ച ആ മനസ്സും ആ തൻ്റെ ഇടവും ആ ധൈര്യവും. ഞാൻ ചോദിക്കട്ടെ, സാഹചര്യം മുഴുവനും അടഞ്ഞിരിക്കുമ്പോൾ മുന്നോട്ടിറങ്ങാൻ നിങ്ങൾക്ക് പറ്റുമോ? സാഹചര്യം അനുകൂലമായിട്ട് ഞാൻ എന്ത് ചെയ്തോളാം, കാര്യങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞ് ഇപ്പോഴും ഇരിക്കുക ചിലർ. ഗിദെയോൻ അങ്ങനല്ല. ഈ മിദ്യാന്യരെല്ലാം പോയി എല്ലാം കഴിഞ്ഞ് സാഹചര്യം അനുകൂലമായിട്ട് ഇറങ്ങി ഗോതമ്പ് ഉയ്യാന്നും പറഞ്ഞ് ഇരിക്കുകയായിരുന്നു, കൊയ്ത്ത് നടക്കുമായിരുന്നോ? എൻ്റെ കുഞ്ഞെ, ഇവിടെയാ നമുക്കൊക്കെ പറ്റിയത്. പലപ്പോഴും പ്രതിസന്ധി മാറിയിട്ട്, പ്രതികൂലങ്ങളൊക്കെ മാറിയിട്ട്, തടസ്സങ്ങളൊക്കെ മാറിയിട്ട് ആത്മീകമായി മുന്നോട്ട് വരാമെന്ന് തീരുമാനിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഈ മനുഷ്യൻ അങ്ങനെയല്ല. ഈ മനുഷ്യൻ ചുറ്റുപാട് മിദ്യാന്യര് വളഞ്ഞിരിക്കുമ്പോഴും ഒരിക്കലും മിദ്യാന്യർ അനുകൂലമല്ലാത്ത നിലയിലെ ഇസ്രായേലിനെതിരായിരിക്കുമ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ മുൻപോട്ടിറങ്ങി ഗോതമ്പ് കൊയ്യാൻ അദ്ദേഹം തന്റെ ഇടം കാണിച്ചു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, ഈ പരാക്രമം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും തടസ്സമായിരിക്കുമ്പോഴും, മുഴുവനും എതിർപ്പുകളായിരിക്കുമ്പോഴും, മുഴുവനും പ്രതികൂലമായിരിക്കുമ്പോഴും ആത്മീകമായി മുന്നോട്ടിറങ്ങി വരാൻ തയ്യാറാണോ? ആണോ? ഹല്ലേലൂയ പറ. ഈ മനുഷ്യനെ അതാ വിളിച്ച പരാക്രമശാലി എന്ന് വിളിച്ചത്. ഈ മനുഷ്യനെ സാഹചര്യം അടഞ്ഞിട്ട് ഇദ്ദേഹം പേടിച്ച് കരക്ക് കയറിയിരിക്കുകയല്ല, പേടിച്ച് വീട്ടിലിരിക്കുകയല്ല. അദ്ദേഹം കണ്ടത്തിലിറങ്ങി ഗോതമ്പ് കൊയ്തു. ഹല്ലേലൂയ പറഞ്ഞ്. വളരെ നാളായില്ലേ സാഹചര്യം അനുകൂലമല്ലെന്നും പറഞ്ഞ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്തു? വീട്ടിലിരിക്കുക, ആരാധനയ്ക്ക് വരത്തില്ല, സാഹചര്യം അനുകൂലമല്ലെന്ന് പറഞ്ഞ് പലതിലും നമ്മൾ ഇറങ്ങിയില്ല. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്തോണം. ബഹറിലെല്ലാം നിനക്കെതിരായാലും ഇദ്ദേഹത്തെ പോലെ മുൻപോട്ടിറങ്ങാൻ ഒരു തന്റെ ഇടം നീ കാണിക്കണം. അതിനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകണം. ആ ധൈര്യത്തെയാണ് ഇവിടെ വിളിച്ചത്. അല്ലയോ പരാക്രമശാലി. അല്ലാതെ 10 പേരെ വെട്ടിക്കൊല്ലുന്ന കാര്യത്തിലല്ല, 10 പേരുടെ മുമ്പാകെ വലിയ ആളാകുന്ന വിഷയമല്ല ഇവിടെ കാണിച്ചത്. ഇദ്ദേഹം എന്ത് ചെയ്തു? മിദ്യാന്യരെതിരായിരുന്നിട്ടും അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ, അവർക്ക് ഇദ്ദേഹത്തെ തൊടാൻ കഴിയാതെ, അവർക്ക് ഇദ്ദേഹത്തെ തടയാൻ കഴിയാതെ, അവരിദ്ദേഹത്തെ ഉപദ്രവിക്കാൻ കഴിയാതെ ഗോതമ്പ് കൊയ്തെടുത്തു. ഗോതമ്പ് പറ്റുമോ? ഇവിടുത്തെ സാഹചര്യം മുഴുവൻ തടസ്സമാ. എന്നാലും മുമ്പോട്ട് ഇറങ്ങി വരാൻ പറ്റുമോ? ഈ വയലിൽ ഇറങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക്? സ്വത്രം. അവിടെയാണ് ദൈവത്തിന്റെ വിടുതൽ നടക്കുന്നത്. ആ മനുഷ്യനെ ദൈവം വിളിച്ചു പരാക്രമശാലിയെ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്. ആ 11ാമത്തെ വാക്യം ഒന്ന് വീണ്ടും വായിച്ചേ. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. ഇങ്ങനെ ഇറങ്ങിയപ്പോ ദൈവം പറയാ, പരാക്രമശാലിയെ, നീ ഇപ്പൊ ഇറങ്ങിയില്ലേ,
സാഹചര്യം മുഴുവൻ തടസ്സമായിട്ട് നീ ഇറങ്ങി ഗോതമ്പ് കൊയ്തില്ലേ? നീ ആരെയും പേടിച്ച് പെരക്കാത്തി കയറി ഇരുന്നില്ലല്ലോ. നീ ആരെയും പേടിച്ചിട്ടച്ച് പോയില്ലല്ലോ. നീ മുൻപോട്ട് ഇറങ്ങിയില്ല. ആ ഇറങ്ങിയ നിന്നോട് കൂടെ ഞാനുണ്ട്. ഹല്ലേലൂയ പറഞ്ഞ്. എല്ലാരോടും കൂടെ ഉണ്ടെന്നൊന്നും ജോയ് പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ പറഞ്ഞ്. ഇന്ന് രാത്രിയിൽ ഏത് സാഹചര്യം എതിരായാലും ആത്മീകമായി മുന്നോട്ടിറങ്ങാൻ തന്റെ ഇടമുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിന്നോട് കൂടെ കർത്താവ് ഉണ്ടായിരിക്കും. നിന്നോട് കൂടെ കർത്താവ് ഉണ്ടായിരിക്കും. നിന്നെ നടത്താൻ ദൈവമുണ്ടായിരിക്കും. നിന്നെ അവൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശക്തനായിരിക്കും. നിനക്കെതിരെയുള്ള സകല പ്രതിസന്ധികളുടെ മേൽ ജയം തരുവാൻ അവൻ നിന്നോട് കൂടെ കാണ്ടിരിക്കും, കാണും. ഉറപ്പാണത്. അല്ലാതെ എന്നോട് കൂടെ ദൈവനോട് കൂടെ ദൈവം ഉണ്ടായി, എന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇതിനകത്തുനിന്ന് ആരും ഇറങ്ങിപ്പോകണ്ട. അങ്ങനെ കാണത്തില്ല. ഗിദെയോൻ ഇറങ്ങിയതുപോലെ ഇറങ്ങണം. ഹല്ലേലൂയ പറഞ്ഞേ. ഗിദെയോൻ ഇപ്പൊ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുമ്പോഴും അത് മെതിച്ചോണ്ടിരിക്കുമ്പോഴുമാണ് പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. അടുത്ത ലൈൻ വായിച്ചേ, വേഗം പോവാം, നമുക്ക് നിർത്താൻ പോവാം. വേഗം വായിച്ചു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ പുള്ളി ചോദിക്കുക, ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നന്മയെല്ലാം മിദ്യാന്യർ കൊയ്തുകൊണ്ട് പോകുന്നു. 7 വർഷമായിട്ട് നമ്മൾ മിദ്യാന്യർക്ക് അടിമയായി. 7 വർഷമായിട്ട് മിദ്യാന്യ ശക്തി നമ്മളെ വാഴ്ച നടത്തുക. ദൈവം അങ്ങനെ കൂടെ ഉള്ളത്. സ്തോത്രം. ഇത് നമ്മുടെയൊക്കെ സംശയം ഇതാ, ഞാൻ പ്രാർത്ഥിച്ചല്ലോ, പിന്നെന്താ എന്നോട് ഇത്ര വലിയ തടസ്സം? ആമേ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്താണ് തടസ്സം? ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ എനിക്ക് വരാമോ? ദൈവവൈദ്യലേ, ദൈവം കൂടെ ഉണ്ടായാൽ പോരാ. ദൈവം കൂടെ ഉണ്ടായാൽ പോരാ. എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം വായിച്ച വാക്യം ശ്രദ്ധിച്ചായിരുന്നോ? ഇസ്രായേൽ എന്ത് ചെയ്തതാ വായിച്ചേ? ദൈവത്തിന് അനിഷ്ടമായത് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അർത്ഥം പറയാ, ദൈവമക്കളെ, ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, നമുക്ക് ജീവിതം കൂടെ വേണം. അവർ അന്യാരാധന നടത്തുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ദൈവിക വചനപ്രകാരം ജീവിതം കൂടെ വേണം. ഹല്ലേലൂയ. ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആമേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇപ്പൊ ഗിദെയോൻ ചോദിക്കുക, ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? സ്തോത്രം. അപ്പൊ പറഞ്ഞു, ഗിദെയോനെ, സ്തോത്രം, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾ അനിഷ്ടമായത് ചെയ്തു. അവർ പാപത്തിന്റെ വഴിയിൽ കൂടെ പോകുന്നു, അവർ അന്യാരാധനയിൽ കൂടെ പോകുന്നു. അതുകൊണ്ട് ദൈവത്തിന് അവരുടെ നടുവിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ദൈവം ഉണ്ടെന്നുള്ളത് സത്യമാണ്, പക്ഷെ പ്രവർത്തിക്കാൻ കഴിയില്ല. എന്താ കാര്യം? പാപം വിട്ട് അവർ മടങ്ങിയിരുന്നില്ല. പാപത്തിലൂടെ അവർ കടന്നു പോകുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത ലൈൻ വേഗം വായിച്ചു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഇത് പറഞ്ഞിവിടെ അവസാനിപ്പിക്കാം. കർത്താവ് ഇങ്ങനെ നോക്കി, ഈ ബലത്തോടെ പോക. ഏത് ബലം? ഇപ്പൊ കണ്ടത്തിൽ ഇറങ്ങിയില്ലേ? കറ്റ കൊയ്തില്ലേ? പാത്തിരുന്ന് മെതിച്ചില്ലേ? ഈ ബലത്തോടെ, സ്വത്രം പറഞ്ഞ്, ആത്മീയമായി മുന്നോട്ടിറങ്ങാൻ നീ കാണിച്ച ഈ ശക്തി, ഈ ബലം മതി, ബാക്കി ഞാൻ ചെയ്തോളാം. ഹല്ലേലൂയ പറഞ്ഞ്. ഇന്ന് രാത്രി എത്ര പേര് തയ്യാറുണ്ട്? തടസ്സങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോഴും, പ്രതികൂലങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോഴും, പ്രതിസന്ധികൾ മുമ്പിൽ നിൽക്കുമ്പോഴും, 7 വർഷമായിട്ട് മിദ്യാന്യ ശക്തി അവർക്കെതിരെ നിൽക്കുമ്പോഴും മുൻപോട്ടിറങ്ങാൻ കാണിച്ച ധൈര്യം, ഈ ബലം, ഇന്ന് രാത്രി ഈ ധൈര്യമുണ്ടോ? കർത്താവ് എത്ര പ്രതികൂലം എന്റെ മുമ്പിൽ നിന്നാലും ഇന്ന് രാത്രി പാസ്റ്റർ പറഞ്ഞ വചനം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് ഇറങ്ങുകയാണ് എങ്കിൽ ആ ബലത്തോടെ നീ പൊക്കോ, ബാക്കി ദൈവം ചെയ്തോളും. ഹല്ലേലൂയ പറഞ്ഞ്. ആ ബലത്തോടെ നീ മുൻപോട്ട് ഇറങ്ങിക്കോ, ബാക്കി ദൈവം നിനക്ക് വേണ്ടി ചെയ്തോളും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ കേട്ട വചനത്തിന്റെ മുൻപിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. ഈ രാത്രിയിൽ ദൈവവൈദ്യനെ ചില ദൈവമക്കളോട് കൃത്യമായി കർത്താവ് ഇടപെട്ടു. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. എഴുന്നേറ്റിട്ട് ഒരല്പസമയം നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കും.